ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 6 മാസം പൂർത്തിയായ കുഞ്ഞുങ്ങൾക്ക് തൂക്കം കൂട്ടാൻ നൽകേണ്ട ആദ്യത്തെ 3 പ്രത്യേക ഭക്ഷണങ്ങളെക്കുറിച്ചാണ്. പല അമ്മമാരും കുഞ്ഞിന് 6 മാസം കഴിയുമ്പോൾ വെറും കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ കടകളിൽ നിന്നും വാങ്ങുന്ന സെർലാക്കോ നൽകി തുടങ്ങും. ഇത് കുഞ്ഞിൻ്റെ വയർ നിറയ്ക്കുമെന്നല്ലാതെ തൂക്കം കൂട്ടാൻ സഹായിക്കില്ല. 6-ാം മാസത്തിൽ കുഞ്ഞിൻ്റെ ഇരുമ്പിൻ്റെ സത്തും കലോറിയുടെ ആവശ്യകതയും ഇരട്ടിയാകും. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ളതും കലോറി കൂടിയതുമായ നാടൻ കുറുക്കുകൾ വേണം നൽകാൻ. കുഞ്ഞിന് പുതിയ ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ വിശദമായി പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ആദ്യമായി വെയിറ്റ് കൂടാൻ കൊടുക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. കേരളത്തിലെ അമ്മമാർക്ക് ഏറ്റവും പരിചയമുള്ളതും കുഞ്ഞുങ്ങളുടെ തൂക്കം കൂട്ടാൻ ഡോക്ടർമാർ വരെ നിർദ്ദേശിക്കുന്നതുമായ ഒന്നാണ് ഏത്തക്കായ പൊടി കുറുക്ക്. ഉണ്ടാക്കുന്ന രീതി പറയാം. പച്ച ഏത്തക്കായ തൊലി കളഞ്ഞ് നേരിയതായി അരിഞ്ഞ് വെയിലത്തിട്ട് നന്നായി ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുക. ഒരു പാത്രത്തിൽ 1 സ്പൂൺ ഏത്തക്കായ പൊടിയും 1 കപ്പ് വെള്ളവും ചേർത്ത് കട്ട കെട്ടാതെ ഇളക്കുക. ഇത് അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ നന്നായി കുറുക്കിയെടുക്കുക. 6 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പശുവിൻ പാൽ കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് അമ്മയുടെ പാലിലോ അല്ലെങ്കിൽ ഫോർമുല മിൽക്കോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ചേർത്ത് ഇളക്കി നൽകാം. പച്ച ഏത്തക്കായിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റും പൊട്ടാഷ്യവും കുഞ്ഞുങ്ങളുടെ പേശികൾക്ക് നല്ല ബലം നൽകുകയും വളരെ പെട്ടെന്ന് ആരോഗ്യകരമായി തൂക്കം കൂട്ടാൻ സഹായിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഭക്ഷണമാണ് കുഞ്ഞിന് കലോറിയും വിറ്റമിനുകളും ഒരേ സമയം നൽകാൻ പറ്റിയ മികച്ച ഒരു കുറുക്കിനെ പറ്റി പറയാം. ഉണ്ടാക്കുന്ന രീതി പറയാം. റാഗി നന്നായി കഴുകി 8 മണിക്കൂർ കുതിർത്ത് വെക്കുക. ഇത് അരിച്ചെടുക്കാം. ഇതിൻ്റെ പാൽ മാറ്റി വയ്ക്കുക. ഒരു ചെറിയ ആപ്പിളിൻ്റെ തൊലി കളഞ്ഞ് നന്നായി പുഴുങ്ങി ഉടച്ചെടുക്കുക. ഒരു പാത്രത്തിൽ ഈ റാഗിയുടെ പാലും വെള്ളവും ചേർത്ത് കുറുക്കുക. വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന ആപ്പിൾ കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. മധുരത്തിന് പഞ്ചസാരയോ ശർക്കരയോ ഒട്ടും ചേർക്കരുത്. ആപ്പിളിൻ്റെ സ്വാഭാവിക മധുരം മാത്രം മതി. റാഗിയിലെ കാൽഷ്യം കുട്ടികളുടെ എല്ലുകൾക്ക് നല്ല ഭാരം നൽകുമ്പോൾ ആപ്പിളിലെ വിറ്റമിൻ സി ശരീരത്തിൽ ഇരുമ്പ് സത്ത് ആഗിരണം ചെയ്യാൻ സഹായിക്കും. ഇത് കുഞ്ഞിന് നല്ല കവിളും ആരോഗ്യവും നൽകും. മൂന്നാമത്തെ ഭക്ഷണം ഉടച്ച നേന്ത്രപ്പഴവും നെയ്യുമാണ്. അടുപ്പിൽ വെച്ച് കുറുക്കാൻ സമയമില്ലാത്തപ്പോൾ അമ്മമാർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മികച്ചൊരു വെയിറ്റ് ഗെയിൻ ഫുഡാണിത്. ഉണ്ടാക്കേണ്ട രീതി പറയാം. നന്നായി പഴുത്ത എഴുത്തപ്പഴത്തിൻ്റെ നടുവിലെ കറുത്ത കുരുക്കൾ നീക്കിയ ശേഷം ഇഡലിത്തട്ടിൽ വെച്ച് 5 മിനിറ്റ് നന്നായി പുഴുങ്ങിയെടുക്കുക. ഇത് 1 സ്പൂൺ ഉപയോഗിച്ചോ മിക്സിയിലോ നന്നായി പേസ്റ്റ് രൂപത്തിൽ ഉടച്ചെടുക്കുക. ഇതിലേക്ക് 3-4 തുള്ളി നാടൻ നെയ്യ് ചേർത്ത് നന്നായി ഇളക്കി കുഞ്ഞിന് നൽകാം. പഴം പുഴുങ്ങുമ്പോൾ ഇത് ദഹിക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമാകും. നെയ്യിലെ ആരോഗ്യകരമായ കൊഴുപ്പ് കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും ശരീരഭാഗം ഇരട്ടിയാക്കാനും സഹായിക്കും. കുഞ്ഞിന് ആദ്യമായി ഒരു പുതിയ ഭക്ഷണം നൽകുമ്പോൾ തുടർച്ചയായി 3 ദിവസം അത് മാത്രം നൽകുക. കുഞ്ഞിന് അലർജിയോ ഛർദിയോ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ഇത് സഹായിക്കും. 1 വയസ്സ് തികയുന്നത് വരെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഉപ്പും പഞ്ചസാരയും ചേർക്കരുത്. ഇത് അവരുടെ വൃക്കകൾക്ക് ദോഷം ചെയ്യും. 6 മാസം കഴിഞ്ഞ ഉടനെ കുറുക്കുകൾ ഉണ്ടാക്കാൻ പശുവിൻ പാൽ ഉപയോഗിക്കരുത്. കുഞ്ഞിൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് ഇത് താങ്ങാൻ കഴിയില്ല. അതുപോലെ തന്നെ കുറുക്കുകൾ നൽകി തുടങ്ങിയാലും അമ്മയുടെ പാൽ കൊടുക്കുന്നത് നിർത്തരുത്. 1 വയസ്സ് വരെ പ്രധാന ഭക്ഷണം അമ്മയുടെ പാലിൽ നിന്നാണ് കുഞ്ഞിന് ലഭിക്കേണ്ടത്. ആദ്യത്തെ ആഴ്ചകളിൽ ഭക്ഷണം പൂർണ്ണമായും അരിച്ചെടുത്ത ദ്രവരൂപത്തിലായിരിക്കണം കുഞ്ഞിന് നൽകാൻ. പതുക്കെ വേണം കട്ടി കൂട്ടിക്കൊണ്ടുവരാൻ. ആദ്യത്തെ ദിവസങ്ങളിൽ 1-2 സ്പൂൺ മാത്രം നൽകുക. കുഞ്ഞിൻ്റെ വയർ വളരെ ചെറുതാണ് എന്ന് അമ്മമാർ ഓർക്കണം. അടുത്തതായി നിർബന്ധിച്ച് കുട്ടികളെ കഴിപ്പിക്കരുത്. കുഞ്ഞു മുഖം തിരിക്കുകയോ തുപ്പിക്കളയുകയോ ചെയ്താൽ നിർബന്ധിക്കരുത്. അടുത്ത ദിവസം വീണ്ടും ശ്രമിക്കുക. കട്ടിയുള്ള ആഹാരം കഴിച്ചു തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മലബന്ധം വരാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ കുറുക്കിനൊപ്പം ഇടയ്ക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കാം. കുറുക്കുകൾ എപ്പോഴും രാവിലെ 11 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ വേണം നൽകി തുടങ്ങാൻ. രാത്രി സമയങ്ങളിൽ പുതിയ ഭക്ഷണങ്ങൾ നൽകരുത്. അതുപോലെ തന്നെ
കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന പാത്രങ്ങളും സ്പൂണും എപ്പോഴും തിളച്ച വെള്ളത്തിലിട്ട് അണുവിമുക്തമാക്കണം. 6 മാസം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഇരുമ്പ് സത്ത് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴങ്ങൾ മാത്രമല്ല പച്ചക്കറികളും കുഞ്ഞിന് പരിചയപ്പെടുത്താം. നന്നായി കഴുകി തൊലി കളഞ്ഞ ക്യാരറ്റോ ഉരുളക്കിഴങ്ങോ ഒരു ചെറിയ കഷ്ണം മത്തങ്ങയോ ഇഡലി തട്ടിൽ വെച്ച് പുഴുങ്ങി മിക്സിയിൽ നന്നായി അരച്ചെടുത്ത് കുഴമ്പ് രൂപത്തിൽ കുഞ്ഞിന് നൽകാം. ഇത് കുഞ്ഞിന് ആവശ്യമായ വിറ്റമിൻ എയും അയണും നൽകി വിളർച്ച തടയാൻ സഹായിക്കും. 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വെള്ളം കൊടുക്കാറില്ല. എന്നാൽ കട്ടി ആഹാരം കഴിച്ചു തുടങ്ങുന്നതോടെ തിളപ്പിച്ചാറ്റിയ വെള്ളം സ്പൂണിലോ ചെറിയ സിപ്പർ കപ്പിലോ നൽകി തുടങ്ങണം. ഓരോ തവണ കുറുക്ക് കൊടുത്ത ശേഷവും 2-3 സ്പൂൺ വെള്ളം നൽകുന്നത് ആഹാരം എളുപ്പത്തിൽ ഇറക്കാനും കുടൽ വൃത്തിയാക്കാനും സഹായിക്കും. ഒരിക്കലും കുറുക്ക് കൊടുക്കുന്നതിന് തൊട്ടു മുൻപ് വെള്ളം കൊടുക്കരുത്. ഇത് കുഞ്ഞിൻ്റെ വിശപ്പ് ഇല്ലാതാക്കും. പല പഴയ ആളുകളും പറയാറുണ്ട് 6 മാസം കഴിഞ്ഞാൽ കുഞ്ഞിന് കഞ്ഞിവെള്ളം കൊടുത്താൽ മതിയെന്ന്. മെഡിക്കൽ പരമായി ഇത് വലിയൊരു തെറ്റാണ്. കഞ്ഞിവെള്ളത്തിൽ വെറും സ്റ്റാർച്ച് മാത്രമേ ഉള്ളൂ. കുഞ്ഞിൻ്റെ തൂക്കം കൂട്ടാൻ ആവശ്യമായ കലോറിയോ പ്രോട്ടീനോ ഇതിലില്ല. കഞ്ഞിവെള്ളം മാത്രം കുടിക്കുന്ന കുട്ടികളുടെ വയർ വീർക്കുമെന്നല്ലാതെ പേശികൾക്ക് ഭാരമോ ബലമോ ഉണ്ടാകില്ല. അതുകൊണ്ട് കഞ്ഞിവെള്ളത്തിന് പകരം കട്ടിപ്പയറോ റാഗിയോ കുറുക്കി കുഞ്ഞിന് നൽകാവുന്നതാണ്. കുഞ്ഞിന് എപ്പോഴാണ് വിശക്കുന്നത് എന്ന് അമ്മമാർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. കുഞ്ഞ് കൈവിരലുകൾ നക്കുക, ചുണ്ടുകൾ ചലിപ്പിക്കുക, കരയുക, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മുന്നോട്ട് ആഞ്ഞു വരിക എന്നിവയൊക്കെ വിശപ്പിൻ്റെ ലക്ഷണങ്ങളാകണം. ഈ സമയത്ത് ഭക്ഷണം നൽകിയാൽ കുഞ്ഞുങ്ങൾ വളരെ വേഗത്തിൽ കഴിക്കുകയും ദഹനരസങ്ങൾ ശരിയായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. വയർ നിറഞ്ഞാൽ കുഞ്ഞ് മുഖം തിരിക്കുകയോ വായ അടച്ചു പിടിക്കുകയോ ചെയ്യും. അപ്പോൾ കൊടുക്കുന്നത് നിർത്തണം. 6 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കിടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ തല അല്പം പൊക്കി വെച്ചോ ഭക്ഷണം കൊടുക്കരുത്. ഇത് ആഹാരം ശ്വാസകോശത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ കാരണമാകും. കുഞ്ഞിനെ അമ്മയുടെ മടിയിൽ നേരെ ഇരുത്തിയോ അല്ലെങ്കിൽ ഒരു ഹൈ ചെയറിൽ ഇരുത്തിയോ വേണം ഭക്ഷണം നൽകാൻ. കഴുത്ത് ഉറച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ പുറകിൽ ഒരു തലയണ വെച്ച് താങ്ങ് നൽകി കുഞ്ഞിനെ ഇരുത്തുക. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കുറുക്ക് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അത് നാക്കുകൊണ്ട് പുറത്തേക്ക് തുപ്പിക്കളയാറുണ്ട്. ഇത് അമ്മമാർ വിചാരിക്കും കുഞ്ഞിന് ആഹാരം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് എന്ന്. എന്നാൽ ഇത് തെറ്റാണ്. ജനിച്ചപ്പോൾ മുതൽ കുഞ്ഞിനുള്ള ടങ് ത്രസ്റ്റ് റിഫ്ലെക്സ് കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. ലിക്വിഡ് അല്ലാതെ എന്തെങ്കിലും നാക്കിൽ തട്ടിയാൽ നാക്ക് പുറത്തേക്ക് തള്ളുന്ന പ്രകൃതിദത്തമായ രീതിയാണിത്. കുറച്ച് ദിവസത്തെ ശീലം കൊണ്ട് ഇത് തനിയെ മാറിക്കൊള്ളും. അതുപോലെ തന്നെ കുഞ്ഞിന് അരിക്കുറുക്കുണ്ടാക്കി നൽകുമ്പോൾ കടകളിൽ നിന്നും വാങ്ങുന്ന പാക്കറ്റ് റൈസ് പൗഡറിന് പകരം നാടൻ കുത്തരി അല്ലെങ്കിൽ തവിടുള്ള പച്ചരി വാങ്ങി കഴുകി ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുക. തവിടുള്ള അരിയിൽ വിറ്റമിൻ ബി കോംപ്ലക്സും ഫൈബറും ധാരാളമുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് നല്ല ആക്റ്റീവ്നെസ് നൽകാനും ശരീരത്തിലെ മെറ്റബോളിസം കൃത്യമായി നിലനിർത്താനും സഹായിക്കും. സ്കൂൾ കുട്ടികളുടെ തൂക്കം കൂട്ടാൻ നമ്മൾ നട്ട്സ് പൗഡർ ഉപയോഗിക്കാറുണ്ടെങ്കിലും 6-ാം മാസത്തിൽ അത് കുഞ്ഞുങ്ങൾക്ക് നൽകരുത്. കശുവണ്ടി, ബദാം, വാൾനട്ട് തുടങ്ങിയവ 6 മാസം പ്രായമുള്ള കുഞ്ഞിന് ദഹിപ്പിക്കാൻ കഴിയില്ല. കൂടാതെ ഇത് കടുത്ത അലർജിക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. കുറഞ്ഞത് 8 മുതൽ 10 മാസം വരെ പ്രായമാകാത്ത കുഞ്ഞുങ്ങളുടെ കുറുക്കിൽ നട്ട്സ് പൗഡർ ചേർക്കരുത്. കുഞ്ഞ് ആദ്യമായി കട്ടി ആഹാരം കഴിച്ചു തുടങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ മലത്തിൻ്റെ നിറത്തിലും മണത്തിലും വ്യത്യാസങ്ങൾ വരും. ക്യാരറ്റ് കൊടുത്താൽ മലത്തിന് ചെറിയ ചുവപ്പ് നിറവും റാഗി കൊടുത്താൽ കറുപ്പ് നിറവും വന്നേക്കാം. ഇത് കണ്ട് അമ്മമാർ ഭയപ്പെടേണ്ടതില്ല. ദഹന വ്യവസ്ഥ പുതിയ ഭക്ഷണത്തോട് പൊരുത്തപ്പെടുന്നതിൻ്റെ ലക്ഷണമാണിത്. എന്നാൽ മലത്തിൽ രക്തത്തിൻ്റെ അംശമോ കടുത്ത വയറിളക്കമോ കണ്ടാൽ ഡോക്ടറെ കാണിക്കണം. ഭക്ഷണം കൊടുത്തു തുടങ്ങിയാലും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ള വിറ്റമിൻ D3 തുള്ളിമരുന്നുകൾ 1 വയസ്സുവരെ കൃത്യമായി നൽകണം. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിലെ കാൽഷ്യം കുഞ്ഞിൻ്റെ എല്ലുകളിലേക്ക് പിടിക്കണമെങ്കിൽ വിറ്റമിൻ D ശരീരത്തിൽ ഉണ്ടായിരിക്കണം. എല്ലുകൾക്ക് ബലവും ഭാരവും വയ്ക്കാൻ ഈ തുള്ളിമരുന്നുകൾ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ അമ്മമാരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് 3 നാടൻ വെയിറ്റ് ഗെയിൻ കുറുക്കുകളും കുറച്ച് മെഡിക്കൽ പോയിൻറ്സുമാണ്. 6 മാസം കഴിഞ്ഞ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ കാര്യങ്ങളാണ് ഇന്ന്
നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. 6-ാം മാസം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. അമ്മപ്പാലിൽ നിന്ന് പതുക്കെ മാറി കുഞ്ഞ് പുതിയ രുചികളും പോഷകങ്ങളും പരിചയപ്പെടുന്ന സമയം. ഈ സമയത്ത് കടകളിൽ നിന്നും വാങ്ങുന്ന കൃത്രിമമായ പാക്കറ്റ് ഭക്ഷണങ്ങൾ വാങ്ങി നൽകി കുഞ്ഞിൻ്റെ വയറ് വീർപ്പിക്കാൻ നോക്കരുത്. ഇതിലടങ്ങിയിരിക്കുന്ന പ്രിസർവേറ്റീവുകളും അമിതമായ മധുരവും കുഞ്ഞിൻ്റെ ഭാവിയിലെ ആരോഗ്യത്തെയും രോഗപ്രതിരോധ ശേഷിയെയും ദോഷകരമായി മാത്രമേ ബാധിക്കൂ. നമ്മുടെ അടുക്കളയിൽ സ്നേഹത്തോടെയും വൃത്തിയോടെയും നമ്മൾ ഉണ്ടാക്കുന്ന ഈ നാടൻ കുറുക്കുകളാണ് കുഞ്ഞിന് നല്ല ഉറപ്പുള്ള ശരീരവും ബുദ്ധിവളർച്ചയും നൽകുന്നത്. ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കുഞ്ഞ് ആഹാരം തുപ്പിക്കളയുകയോ കഴിക്കാൻ മടി കാണിക്കുകയോ ചെയ്താൽ ഒട്ടും വിഷമിക്കരുത്. ഇത് വളരെ സ്വാഭാവികമാണ്. കുഞ്ഞിന് പുതിയ ശീലങ്ങളുമായി പൊരുത്തപ്പെടാൻ അല്പം സമയം നൽകുക. നിർബന്ധിച്ച് കഴിപ്പിക്കാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ സ്നേഹത്തോടെ മാത്രം ഭക്ഷണം നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഭക്ഷണങ്ങൾ നൽകി തുടങ്ങിയ ശേഷമുള്ള എല്ലാ മാറ്റങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.